ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു സ്റ്റേക്കേഷന് പോയിട്ടുണ്ടായിരുന്നു എൻ്റെ കൊളീഗ്സിൻ്റെ ഒപ്പം. ഞങ്ങൾ 6 പേരാണ് പോയത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞങ്ങൾ അവിടെ ചെന്ന് ചെയ്ത ആക്ടിവിറ്റീസും ഫുഡ് പ്രിപ്പറേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണത്. അപ്പോൾ തുടങ്ങിയത് കാക്കനാട് നിന്ന് ഞാനും ഹസ്ബൻഡും കൂടെ കച്ചേരിപ്പടി പോയി. അവിടെ നിന്ന് ബാക്കി 5 പേരെ പിക്ക് ചെയ്ത് ഞങ്ങൾ റിസോർട്ടിലോട്ട് തിരിച്ചത്. ഞങ്ങൾ ഏകദേശം ഒരു 2 മണി കഴിഞ്ഞപ്പോൾ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തു. റിസോർട്ടിൽ 2 മണിക്കായിരുന്നു ചെക്ക് ഇൻ പറഞ്ഞിരുന്നത്. ഏകദേശം ആ സമയത്ത് തന്നെ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങളവിടെ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ റിസോർട്ട് വരുന്നത് എക്സാക്റ്റ് ചെറായിലല്ല, ഞാറക്കൽ വൈപ്പിൻ ആ ഭാഗത്തായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ റിസോർട്ടിൽ ചെക്ക് ഇൻ ചെയ്തു. അപ്പോൾ ഇത് റിസോർട്ടിൻ്റെ ബാക്കിലെ ഭാഗമാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഒരു ഒരു വീട് പോലെയുണ്ട്, പുറത്ത് വേറൊരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിലും നമുക്ക് ഒരു ബെഡ് സ്പേസും സോഫ ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. അത് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു റിസോർട്ടാണ് എടുത്തത്. ഈ റിസോർട്ടിൽ 2 റൂം, 2 ബാത്റൂം, ഒരു കിച്ചൺ, ഒരു ഡൈനിങ് സ്പേസ്, അങ്ങനെ എല്ലാം വരുന്നൊരു റിസോർട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ കയറുമ്പോൾ തന്നെയുള്ള വ്യൂ വരുന്നത്. അതായത് ഒരു ഡൈനിങ് സ്പേസ്, അതിൻ്റെ സൈഡിലായിട്ട് കിച്ചൺ സ്പേസ്, അത് കഴിഞ്ഞിട്ട് വരുന്നത് ഒരു ബെഡ് സ്പേസ് ഉള്ള സ്ഥലമാണ്. അവിടെ TV ഒക്കെ ഉണ്ട്. പിന്നെ ഒരു റൂം, അതിലും ബെഡും ഒക്കെ ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ്. മറ്റേ ബെഡ് സ്പേസിലും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് വരുന്നത്. പിന്നെ വരുന്നതാണ് ഈ ഫ്രണ്ട് ഏരിയ. ഈ ഫ്രണ്ട് ഏരിയ ആണ് ഈ റിസോർട്ടിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള വ്യൂ വരുന്നത്. അപ്പം ഞങ്ങളെല്ലാവരുമാണ് പോയത് കേട്ടോ. അങ്ങനെ ഇത് പൂളൊക്കെ ഉണ്ട്. ഫ്രണ്ടിലാണ് പൂള് വരുന്നത്. അപ്പോൾ പൂളിനെയൊക്കെ ഒന്ന് കെട്ടി, അതായത് നമുക്ക് പ്രൈവസി ഉണ്ട് നല്ല ഇതിൽ. ആ കർട്ടൻസൊക്കെ ഇട്ട് ആരും കാണില്ല. അപ്പോൾ ഇതാണ് ഫ്രണ്ട് വ്യൂ. റിവറാണ് ഫ്രണ്ടിൽ, ചീനവലയൊക്കെ ആയിട്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ രാത്രിക്കലേക്ക് ഫുഡ് എന്ത് വേണം എന്നുള്ള ഡിസ്കഷനിലായിരുന്നു. അങ്ങനെ ആദ്യം പൊറോട്ടയൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ചപ്പാത്തി വാങ്ങാമെന്നുള്ളതിൽ, പിന്നെ ചപ്പാത്തി, ചവനപ്പം അങ്ങനെയൊക്കെ വാങ്ങാൻ വേണ്ടി ഫ്രണ്ട്സ് പോയതാട്ടോ. ഇത് കിച്ചൺ ഏരിയയാണ്. അത്യാവശ്യം സൗകര്യങ്ങളെല്ലാം ഉണ്ട്. പാത്രങ്ങളും ഓവനൊക്കെ ഉണ്ട്. ഫ്രിഡ്ജൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് കുക്ക് ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് കത്തിയടിച്ച് സ്നാക്സൊക്കെ കഴിച്ച് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് പുറത്തോട്ട് ഇറങ്ങി പൂളിൻ്റെ അവിടെയൊക്കെ ഒന്ന് പോയി. അപ്പോൾ പൂളിൻ്റെ അവിടെ നമ്മൾക്ക് കർട്ടൻസൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ശരിക്കും നല്ല ലേക്ക് വ്യൂ ആണ് കേട്ടോ. നല്ല രസമാണ് അവിടെ. ഈ ക്യാമറയിൽ എനിക്ക് അത്ര കാണിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഇങ്ങനെയല്ല, നല്ല വ്യൂ ആണ് അവിടെ നിന്ന്. നമുക്ക് അവിടെ ഇരുന്ന് നല്ല വ്യൂ ഒക്കെയാണ്. അപ്പം നമ്മൾ കുറച്ച് നേരം അവിടെ പോയി ഇരുന്ന് സംസാരിച്ച് കത്തിയൊക്കെ വെച്ച് അതിന് ശേഷം പിന്നെ ഞങ്ങൾ ചായയൊക്കെ തിളപ്പിച്ചു. അങ്ങനെ ചായ കുടിക്കാനുള്ള റെഡി ആവലിലാണ്. അപ്പോൾ ഒരു കൊളീഗ് ചായ കൊണ്ടുവരുന്നു. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കുറച്ച് കത്തിയൊക്കെ വെച്ച് അപ്പോൾ ഡിസ്കഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ബാർബിക്യൂ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിനെ പറ്റിയൊക്കെ ആയിരുന്നു. ചിക്കൻ ഓൾറെഡി ഞങ്ങൾ മാരിനേറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞായിരുന്നു മാരിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർ ബാർബിക്യൂവിൻ്റെ സെറ്റപ്പൊക്കെ ആക്കിത്തരാമെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് റൂമിലോട്ട് വന്ന് ഞങ്ങൾ മറ്റേ പണ്ട് കളിക്കുന്ന ആ കള്ളനും പോലീസും മറ്റേ പേപ്പറിട്ട് അതൊക്കെ കളിച്ചു. പിന്നെ സിത്താര, അങ്ങനത്തെ കുറച്ച് ഗെയിംസൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിച്ചും കത്തിവെച്ചും പിന്നെ ഗെയിംസൊക്കെ കളിച്ച് കുറച്ച് നേരം ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തു. അതൊരു നല്ല മൂമെൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ ഇപ്പോഴൊന്നും അങ്ങനത്തെ കളികളൊന്നുമില്ലല്ലോ. നമ്മളെപ്പോഴും ഈ മൊബൈൽ ഇതിലൊക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഞങ്ങൾ ജസ്റ്റ് ഗെയിംസൊക്കെ കളിച്ചങ്ങനെ ഇരുന്നു. അതിന് ശേഷം ഞങ്ങൾക്ക് ആ ചീനവലയുടെ അവിടേക്ക് പോവാം. അപ്പം നമ്മൾ അങ്ങോട്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അത്യാവശ്യം കുറേ നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. ഞങ്ങളവിടെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ചെന്ന് അങ്ങനെ ഇരുന്നു. സന്ധ്യയായി ഞങ്ങളവിടെ നിന്ന് പിന്നെ അവിടെ നിന്ന് പോന്നപ്പോൾ. കാരണം നല്ല രസമായിരുന്നു അവിടെ. നല്ല കാറ്റും നല്ല തണുപ്പും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഇരുന്നു. ഇരുട്ടൊക്കെ ആയി സന്ധ്യയായപ്പോൾ ഞങ്ങൾ പിന്നെ ബാർബിക്യൂവിൻ്റെ പരിപാടികൾ നോക്കി. കാരണം അത് കഴിഞ്ഞ് പൂളിൽ ഇറങ്ങാമെന്നാണ് ഞങ്ങൾ ഡിസൈഡ് ചെയ്തത്. അപ്പോൾ ഈ ബാർബിക്യൂ ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ പൂളിൽ ഇറങ്ങാമെന്നുള്ള ഇതായിരുന്നു.
അങ്ങനെ അവർ സെറ്റാക്കി തന്നു. ബാക്കി ഞങ്ങൾ തന്നെയാണ് ബാർബിക്യൂ ഒക്കെ ചെയ്തത്. അതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൂളിലിറങ്ങി. അപ്പോൾ ഇതിന് ബാർബിക്യൂ ഒക്കെ ഞങ്ങൾ അവിടെ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ പൂളിൽ ഞങ്ങൾ ദംശരാസ് അങ്ങനെ കുറച്ച് ഡാൻസ് അങ്ങനെയൊക്കെ കളിച്ച് ഞങ്ങളുടെ കുറച്ചൊരു 2 മണിക്കൂറോളം പൂളിൽ ഞങ്ങൾ സ്പെൻഡ് ചെയ്തായിരുന്നു. ഓരോ ഗെയിംസ് അങ്ങനെ ഞങ്ങൾ ഫ്രഷൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിന്നറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. സാലഡ് കരിഞ്ഞു, പിന്നെ ബാർബിക്യൂ ഒക്കെ ചൂടാക്കി, ചപ്പാത്തി ചുട്ടു. പിന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നു കേട്ടോ. ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ തന്നെ കഴിക്കാനിരുന്നത്. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഫുഡൊക്കെ. ബാർബിക്യൂ ഉണ്ടായിരുന്നു, ചപ്പാത്തി ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ്, സാലഡ്, പിന്നെ ബട്ടർ ചിക്കൻ, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി. ശേഷം രാവിലെ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കോംപ്ലിമെൻ്ററി ആയിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശ, ചമ്മന്തി, സാമ്പാർ, കോഫിയൊക്കെ ആയിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. അവിടെ നിന്ന് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് പിന്നെ ഞങ്ങൾ റെഡിയാവും നോക്കി. കാരണം ഞങ്ങൾക്ക് 11 മണിയാകുമ്പോൾ ഞങ്ങൾ ചെക്കൗട്ട് ചെയ്യാമെന്നുള്ള രീതിയിലായിരുന്നു. കാരണം എല്ലാവർക്കും വീട്ടിലെത്തണമല്ലോ. അപ്പം ഞങ്ങൾ അങ്ങനെ 12 മണി വരെ ഉണ്ടായിരുന്നു ചെക്കൗട്ട് ടൈം. പക്ഷെ ഞങ്ങൾ 11 മണിയായപ്പോൾ ഊബർ ബുക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ റെഡിയൊക്കെ ആയി, കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഊബറാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. ഊബറിൽ ഞങ്ങൾ എല്ലാവരും കൂടെ തിരിച്ചു. അങ്ങനെ എല്ലാവരും ആദ്യം കച്ചേരിപ്പടി വന്നു. അങ്ങനെ ഓരോരുത്തരും ഓരോ സ്ഥലത്തോട്ട്, അതായത് 2 പേർക്ക് ട്രെയിനിലായിരുന്നു, 2 പേർക്ക് ബസ്സിൽ. ഞാൻ ഊബർ വിളിച്ച് പിന്നെ കാക്കനാടക്ക് പോന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ സ്റ്റേക്കേഷനിൽ ഉണ്ടായിരുന്നത്. നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ അവിടെ വെച്ച് തന്നെ ഞങ്ങൾ നെക്സ്റ്റ് സ്റ്റേക്കേഷനൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്തു. അങ്ങനെ ഇതൊക്കെയായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങൾ. എല്ലാവരും ഈ വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ താങ്ക് യു.